ഹായ് ആൾ വെൽക്കം ടു ഫസേര ഫാഷൻ. ഫസേര ഫാഷന്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വരാനിരിക്കുന്ന വർഷത്തിൽ എക്സാം നടക്കാൻ പോകുന്ന ഇന്നലെ സ്വീൻ ടീച്ചറിന്റെ കുറച്ചധികം ജില്ലയിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നമ്മളുടെ നമ്പറിലോട്ട് പല ആളുകളും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഏത് ജില്ല അപ്ലൈ ചെയ്യണം, കഴിഞ്ഞ ഓരോ ജില്ലയിലും കട്ട് ഓഫ് എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഫസേര എന്താണെന്നുള്ളത് പറയാം. ഫസേര ഫാഷൻ അല്ലെങ്കിൽ ഫസേര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് പ്രവർത്തിക്കുന്ന ഒരു FDGT സെന്ററാണ്. കേരള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിൽ ഉള്ള ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സ് കൊടുക്കുന്ന ഒരു സെന്ററാണ് ഫസേര ഫാഷൻ എന്ന് പറയുന്നത്. സോ 10 വർഷത്തിന് മുകളിലായി നീലേശ്വരത്ത് പ്രവർത്തിക്കുന്നു. FDGT അതേപോലെ തന്നെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഓഫ്ലൈൻ ആയിട്ട് വരുന്ന മറ്റുള്ള കോഴ്സുകളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഫസേരയിലൂടെ ഡെലിവറി ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 2.5 വർഷം 3 വർഷമായിട്ട് ഫസേരയുടെ ഓൺലൈൻ ആപ്പ് ഡെവലപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കേട്ടറ്റ്, സ്വീൻ ടീച്ചർ, അതേപോലെ തന്നെ ഇൻസ്ട്രക്ടർ പോലുള്ള കഴിഞ്ഞ് നടന്നിട്ടുള്ള എല്ലാ എക്സാമുകളിലേക്കുള്ള കോച്ചിങ് ഓൺലൈനായിട്ട് സ്റ്റുഡൻസിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കോഴ്സ് ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷത്തോടൊപ്പം തന്നെ കുട്ടികൾ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ട് നല്ല റാങ്കോട് കൂടി കുറേ അധികം കുട്ടികളും ആപ്പിൽ നിന്ന് പഠിച്ചിറങ്ങി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം നമ്മൾ ആദ്യം സ്വീൻ ടീച്ചറിന്റെ പാലക്കാട് ജില്ലയിലെ സ്വീൻ ടീച്ചറിന് വേണ്ടിയിട്ട് UPSൽ വന്ന സമയത്ത് സെക്കൻഡ് റാങ്ക് ഫസേരയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. വളരെ ചെറിയ കുറച്ച് ആളുകളുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. അതിൽ സെക്കൻഡ് റാങ്ക് നമ്മളുടെ ഫസേരയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. നീലേശ്വരത്തുള്ള ഒരു സ്റ്റുഡൻ്റ് തന്നെ അതിൽ ലഭിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടെയും കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ദെൻ പിന്നീട് നടന്നിട്ടുള്ള പാർട്ട് ടൈം ടൈലറിംഗ് ഇൻസ്ട്രക്ടറിൽ ഫസ്റ്റ് റാങ്കുള്ള കുട്ടിയും അതേപോലെ തന്നെ അതും ഫസേരയിലെ ഒരു ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതേ ലിസ്റ്റിൽ 6ാം റാങ്കും 8ാം റാങ്കും ആ ലിസ്റ്റിൽ വളരെ കുറച്ച് പേര് തന്നെ അതിലുണ്ടായിട്ടുള്ളൂ. നിങ്ങൾക്ക് ലിസ്റ്റുകൾ നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ, കുറഞ്ഞ ആളുകൾ മാത്രമാണ് നമ്മളുടെ ഓരോ ലിസ്റ്റിലും ഉണ്ടാകുന്നത്. അപ്പോൾ അതിലുള്ള ഫസ്റ്റും 6th 8th ഫസേരയിലെ സ്റ്റുഡൻസിന് കിട്ടി എന്നുള്ളതും കൂടി സന്തോഷം നൽകുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നടന്ന സ്വീൻ ടീച്ചറിൽ ഇപ്പോൾ കുറച്ചധികം ജില്ലയിൽ നടന്നില്ലേ, അതിൽ വയനാട്ടിലെയും അതേപോലെ തന്നെ ഇടുക്കിയിലെയും ഫസ്റ്റ് റാങ്ക് ഫസേര കണ്ടിട്ടില്ലേ. ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നടന്നിട്ടുള്ള സ്വീൻ ടീച്ചർ വയനാട്, അതേപോലെ തന്നെ സ്വീൻ ടീച്ചർ ഇടുക്കി, ഈ 2 എക്സാമിലെയും ഫസ്റ്റ് റാങ്ക് ഫസേരയിലെ സ്വീൻ ടീച്ചറിന്റെ ബാച്ചിലർ സ്റ്റുഡന്റ് തന്നെ ആയിരുന്നു. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നടന്നിട്ടുള്ള ടൈലറിംഗ് ഇൻസ്ട്രക്ടറിലെ പ്രസന്റ് ആൻഡ് കറക്ഷൻ സർവീസസിലേക്ക് നടന്ന ടൈലറിംഗ് ഇൻസ്ട്രക്ടറിലെ മെയിൻ ലിസ്റ്റിൽ 17 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 10 പേരും ഫസേരയിലെ ബാച്ചിലർ സ്റ്റുഡൻസ് ആയിരുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. സോ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികൾക്ക് നല്ല ക്ലാസ്സുകൾ കൊടുക്കണം, അതേപോലെ തന്നെ നല്ല ക്ലാസ്സുകൾ ഡെലിവറി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പുതിയ ബാച്ചിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു ലൈവ് സെക്ഷൻസ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസങ്ങൾക്ക് മുന്നേ നമ്മളൊരു ബാച്ച് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഓറിയന്റേഷൻ ലൈവ് സെക്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അറൗണ്ട് 100+ ആളുകൾ അന്ന് ആ ലൈവിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്തത്, യൂട്യൂബിലല്ല ചെയ്തത്. അന്ന് നമ്മൾ കുറേ റാങ്ക് ലിസ്റ്റിന്റെ കാര്യങ്ങളും റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകാൻ പോകുന്ന ഡേറ്റും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോയിലും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അത് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ റെക്കോർഡിംഗ് സെക്ഷൻസ് ആയിരുന്നു ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയും ഈ വീഡിയോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള സ്വീൻ ടീച്ചറിന്റെ HS എക്സാമുകൾ ഏതൊക്കെ സമയത്തായിരുന്നു, അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി, റാങ്ക് ലിസ്റ്റ് വന്നത്, അതുമായി ബന്ധപ്പെട്ട അഡ്വൈസ് എത്ര പോയി. ഇപ്പോൾ നിങ്ങൾ ഈ തവണ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഡിസ്ട്രിക്റ്റ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, കട്ട് ഓഫ് കാര്യങ്ങൾ വിലയിരുത്താൻ പറ്റും. കഴിഞ്ഞ തവണ വന്ന അതേ കട്ട് ഓഫിനെ ഈ ഒരു തവണ വരും എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടഫ്നെസ്സും അതേപോലെ തന്നെ എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണവും എക്സാമിൽ ആളുകൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ എബിലിറ്റി ഒക്കെ അനുസരിച്ച് നമുക്ക് കട്ട് ഓഫ് മാറാം. അതേപോലെ ജില്ലയിലെ വേക്കൻസീസും നിയമനങ്ങളും എല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഡിപ്പെൻഡബിൾ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് വന്ന 2 നോട്ടിഫിക്കേഷന്, ഒന്ന് 335/2020 എന്നുള്ള കാറ്റഗറി നമ്പറിൽ 2020 335 കാറ്റഗറി നമ്പറിലാണ് സ്വീൻ ടീച്ചറിന്റെ HS നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് വന്നത് എറണാകുളവും
പാലക്കാടും മലപ്പുറം കണ്ണൂരും ഈ 4 ജില്ലയുടെ നോട്ടിഫിക്കേഷനാണ് ഒന്നിച്ച് 4 ജില്ലയിൽ ഒന്നിച്ചാണ് 335/2020 എന്നുള്ള കാറ്റഗറി നമ്പറിൽ വന്നത്. 2020 അത് വിളിച്ചത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതിന്റെ എക്സാമിനേഷൻ നടന്നത് 19/4/2021 ഏപ്രിൽ 19 ആയിരുന്നു അതിന്റെ എക്സാം നടന്നത്. അതിൽ ഈ 4 ജില്ലകളിലെയും ഷോർട്ട് ലിസ്റ്റ് വന്ന ഡേറ്റും റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റും കട്ട് ഓഫ് മാർക്കും എത്ര പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും എത്ര അഡ്വൈസ് ആണ് പോയത് എന്നുള്ളതുമാണ് ഞാൻ ഈ ഒരു ചാർട്ടായിട്ട് ഒരു ടേബിൾ ആയിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ എറണാകുളത്ത് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത് 28/1 പാലക്കാട് വന്നത് 9/3, മലപ്പുറം വന്നത് 8/8, അതേപോലെ തന്നെ കണ്ണൂർ വന്നത് 27/1. നമുക്ക് ഈ ഒരു ഡേറ്റ് കാണാതെ പഠിക്കുന്നല്ല, 2022 തന്നെ അല്ലെ, 2021 എക്സാം നടന്നു, 2022 തന്നെ എന്ത് വന്നിട്ടുണ്ട്, അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഇവിടെ 1, 3, 8 അല്ലെ 1 ഇപ്പൊ ജസ്റ്റ് ഒരു 3 മാസത്തെ ഗ്യാപ്പിന്റെ ഉള്ളിലാണ് ഇവിടൊക്കെ വന്നിട്ടുള്ളത്. ഇത് മാത്രം കുറച്ചൊന്ന് ഡിലേ ആയി, മലപ്പുറം മാത്രമേ കുറച്ചൊന്ന് ഡിലേ ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം ആ മാർച്ച് ജനുവരി ടു മാർച്ചിന്റെ ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ട്. ദെൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 2022 എൻഡിൽ 2023 സ്റ്റാർട്ടിങ്ങോട് കൂടിയാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയത്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഡേറ്റിൽ നിന്ന് 3 വർഷത്തേക്കാണ് നമുക്ക് എന്ത് വരുന്നത് അല്ലെ, ആ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ്. ഇപ്പൊ 2022 ഡിസംബർ 3 ആകുമ്പോൾ എറണാകുളം റാങ്ക് ലിസ്റ്റ് ഓൾറെഡി എക്സ്പയർഡ് ആയി അല്ലെ. 2022 ഡിസംബർ 3 ഇപ്പൊ 2025 ഇപ്പൊ കഴിഞ്ഞതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി, ഡിസംബർ കഴിഞ്ഞതുകൊണ്ട്. സോ 2022 അതേ ഡേറ്റിൽ തന്നെ 5-ാം തീയതി ആയിരുന്നു, ഡിസംബർ 5-ാം തീയതി ആയിരുന്നു പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നത്. മലപ്പുറം മാത്രം വന്നത് 2023 മാർച്ചിലാണ്. സോ മലപ്പുറത്തിന്റെ റാങ്ക് ലിസ്റ്റിന് അടുത്ത മാർച്ച് വരെ വാലിഡിറ്റി ഉണ്ട് അല്ലെ, മാർച്ച് 1-ാം തീയതി വരെ വാലിഡിറ്റി ഉണ്ട്. സോ ഈ തവണ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഓൾറെഡി മലപ്പുറം വന്നിട്ടുണ്ട്, കാരണം നമുക്കറിയാം ഒരു 3 മാസം കൊണ്ട് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുകയാണ്, അതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. അതേപോലെ തന്നെ കണ്ണൂർ 2022 ഡിസംബർ 3 വന്നത്. സോ അതും ഏകദേശം എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പൊ ഈ 4 റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിലെ കട്ട് ഓഫ് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ കട്ട് ഓഫ് വന്നത് 55, പാലക്കാട് ജില്ലയിൽ കട്ട് ഓഫ് വന്നത് 47, മലപ്പുറത്ത് 56.67, കണ്ണൂർ വന്നത് 20.67 അല്ലെ. ഇത് നമുക്ക് ഈ തവണയും ഇതേ റേഞ്ചിൽ കട്ട് ഓഫ് വന്നു. ഇപ്പൊ കണ്ണൂർ 20 കട്ട് ഓഫ് വന്നത് എന്ന് വിചാരിച്ചിട്ട് അടുത്ത വർഷം ഒരു 20 അല്ലെങ്കിൽ 25 ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. കൊടുക്കുന്ന ആപ്ലിക്കേഷൻസിന്റെ എണ്ണവും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും കൺഫർമേഷൻ വരുന്നതിന് മുന്നായിട്ട് എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ള കണക്ക് നമുക്ക് എന്തായാലും കിട്ടും. അപ്പൊ നമ്മൾ അതും ഇതേപോലെ തന്നെ ചാനലിലൂടെ വീഡിയോയിലൂടെ അറിയിക്കും. അപ്പൊ നമുക്ക് നോക്കാം നമ്മളെ ജില്ലയിൽ നമ്മൾ അപ്ലൈ ചെയ്ത ജില്ലയിൽ എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നോക്കാം. നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് ആണ്. മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു അതാണ് അടുത്തതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു, ചോദിച്ചാൽ ഫസ്റ്റ് എറണാകുളത്തിൽ 10 പേര്, പാലക്കാട് 25 പേര്, മലപ്പുറം 61 പേര്, കണ്ണൂർ 16 പേര് അല്ലെ. ഇത്രയും മെയിൻ ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ നിങ്ങൾക്കറിയാം ഇവിടെ വേക്കൻസീസ് വരുന്നതിനനുസരിച്ചാണ് മെയിൻ ലിസ്റ്റിൽ ആളുകൾ ഇടാറുള്ളത്. എത്രത്തോളം വേക്കൻസി ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് മെയിൻ ലിസ്റ്റിൽ ആളുകൾ ഇടാറുള്ളത്. എങ്കിലും ഇവിടെ വിളിക്കുന്ന സമയത്ത് അപ്പോൾ മലപ്പുറം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 10 വേക്കൻസി എങ്ങാണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പക്ഷേ ഫസ്റ്റ് അഡ്വൈസ് പോകുമ്പോൾ 30ഓളം അഡ്വൈസ് ആദ്യത്തെ സെറ്റിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേക്കൻസീസ് പിന്നീട് കൂടിയത് കൊണ്ടാണ് അത്രയും പോയത്. ഇനി അവിടെ അഡ്വൈസ് പോയ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അഡ്വൈസ് എറണാകുളം പോയത് 3 പേരാണ്, പാലക്കാട് പോയത് 29 പേരാണ്, മലപ്പുറം പോയത് 78 പേരാണ്, കണ്ണൂർ പോയത് 15 പേരാണ്. അപ്പോൾ നമ്മൾ എത്ര ലിസ്റ്റ് ഇതിലിപ്പോൾ 25 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, 29 അഡ്വൈസ് പോയി എന്നുള്ളത് എങ്ങനെയെന്ന് ഞാൻ പിന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം റൊട്ടേഷൻ ചാർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നൊക്കെ വരും അല്ലേ. ഓൾറെഡി നമുക്ക് ഇഴവ ബില്ലവ തീയ ഇതിന് വേണ്ടിയിട്ട് ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ടാവും, മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ടാവും, SC-ക്ക് ST-ക്ക് അല്ലെ, LCAI അങ്ങനെയുള്ള ലിസ്റ്റുകളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ലിസ്റ്റുകളിൽ നിന്നൊക്കെ ആ സപ്ലിയിൽ നിന്നൊക്കെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരം അല്ലെ OBC അടക്കം EWS എന്നൊക്കെ എന്ത് ചെയ്യും ആളുകൾ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമാണ് അഡ്വൈസ് പോകുന്നത്. മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും 78 പേർക്കാണ് ലിസ്റ്റിൽ അഡ്വൈസ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഞാൻ ഈ ഒരു കണക്കെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ 2 മാസം മുന്നേ ഒരു വീഡിയോ നമ്മളുടെ സ്റ്റുഡൻസിന് വേണ്ടി ചെയ്യാൻ വേണ്ടി എടുത്താണ്. സോ അന്നത്തെ കണക്കാണ് ഇത് കേട്ടോ. ഇനി അതിന് ശേഷം അഡ്വൈസ് പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക, ഇതിനേക്കാളും കൂടുതലായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക. ഞാൻ ആ മാസം എടുത്ത കണക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ കുട്ടികൾക്ക് മാത്രമായിട്ട് ഡെലിവറി ചെയ്ത ഒരു സെക്ഷൻ ആയിരുന്നു. സോ
ഇതിപ്പോൾ പല ആളുകളും ചോദിക്കുന്നത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊരു പബ്ലിക് ആയിട്ട് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അതേപോലെ കണ്ണൂർ വന്നിട്ടുള്ളത് 15 അഡ്വൈസ് ആണ് കണ്ണൂർ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് 2020 ആയിരുന്നു. സോ ഈ ഒരു റാങ്ക് ലിസ്റ്റിലെ മലപ്പുറത്തിന്റെ റാങ്ക് ലിസ്റ്റിൽ 2-3 മാസം ഇനി വാലിഡിറ്റി ഉണ്ട് എന്ന് ഒഴിച്ചാൽ, 2 മാസത്തേക്ക് വാലിഡിറ്റി ഉണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ റാങ്ക് ലിസ്റ്റും എക്സ്പയർ ആയി എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് അടുത്തൊരു കാറ്റഗറിയിൽ വിളിച്ചത് 748/2021 എന്നുള്ള കാറ്റഗറിയിലായിരുന്നു. 2020 335/2021 വിളിച്ചു. അതിനുശേഷം 2021 എക്സാം നടന്നു. ദെൻ 2021 തന്നെ വീണ്ടും എന്ത് ചെയ്തു, 748/2021 വിളിച്ചു. അതിൽ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം, അതേപോലെ തന്നെ കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കാസർഗോഡ്, അല്ലെ, ഇത്രയും ഡിസ്ട്രിക്റ്റ് ഒന്നിച്ചാണ് അതിൽ വിളിച്ചത്. പക്ഷേ ഇതിൽ പല ജില്ലകളും ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തവണ നോട്ടിഫിക്കേഷനിൽ നേരത്തെ കയറി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, അല്ലെ. ട്രിവാൻഡ്രോ, കാസർഗോഡും ഒക്കെ ലിസ്റ്റിന്റെ വാലിഡിറ്റി നിലനിൽക്കുക കൊണ്ട് തന്നെ അതെന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ എക്സാം നടന്നത് 2022 ഒക്ടോബർ 13 എക്സാം നടന്നത്. ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് PSCയുടെ സൈറ്റിലും കാണാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ജില്ലകളിലെ 6 ജില്ലകളിലെ ഷോർട്ട് ലിസ്റ്റിന്റെയും റാങ്ക് ലിസ്റ്റിന്റെയും കട്ട് ഓഫ് മാർക്കിന്റെയും എത്ര പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതെന്നും അഡ്വൈസ് പോയതിന്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ചാർട്ടായിട്ട്, അല്ലെ, ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഇത് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഉപകാരപ്രദമാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പല ആളുകളും കട്ട് ഓഫിനെ കുറിച്ച്, നമുക്കൊരു കട്ട് ഓഫിനെ കുറിച്ച് ഒരു പേടി ഉണ്ടായിരിക്കും. നമുക്ക് എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേയും എക്സാം എഴുതുമ്പോഴും എക്സാം എഴുതി കഴിഞ്ഞു വന്നാലും, അല്ലേ, അപ്പൊ നമുക്ക് അറിയേണ്ട ഒരു സാധനമാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഷോർട്ട് ലിസ്റ്റ് വന്നാലും അറിയേണ്ട കാര്യം. കാരണം നമ്മളൊരു ഷോർട്ട് ലിസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, നേരെ ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ഇരുന്ന് ചോദിക്കാം കട്ട് ഓഫ് എത്രയെന്ന്. അപ്പൊ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ജീവിതത്തെ ബാധിക്കുന്ന ഒരു പോയിന്റിലെ അതാണ് കട്ട് ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ട്രിവാൻഡ്രത്തിൽ ഞാൻ ഇതിൽ എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റിന്റെ ഡേറ്റ് ഇത് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഷോർട്ട് ലിസ്റ്റ് 2023 അല്ലേ, 2023 4 മാസം 5 മാസം 3 മാസം ഏകദേശം ആ സമയങ്ങളിൽ ഏകദേശം വന്നിട്ടുണ്ട്. 2022 എക്സാം നടത്തി, 2022 ഒക്ടോബറിൽ എക്സാം നടത്തി. ദെൻ 2023 ഏപ്രിൽ മെയ് ആയപ്പോഴേക്കും എന്ത് ചെയ്തു, എല്ലാത്തിൻ്റെയും ഷോർട്ട് ലിസ്റ്റ് വന്നു. കൂടുതൽ താമസമോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. ദെൻ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2024 അപ്പോൾ 3 വർഷത്തേക്കാണ് റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എങ്കിൽ 2027 വരെ എന്തുണ്ടായിരിക്കും, റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിലിപ്പോൾ 2023 ഡിസംബറിൽ ഇവിടെ റാങ്ക് ലിസ്റ്റ് വന്നു. സോ 2023 ഡിസംബർ വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അതായത് കാസർഗോഡിന്റെ റാങ്ക് ലിസ്റ്റിന് ഇനി 1 വർഷം കൂടി വാലിഡിറ്റി ഉണ്ട്. അതായത് 1 വർഷം കൂടി വാലിഡിറ്റി ഉണ്ട് എങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു. സോ അത് അടുത്ത കാസർഗോഡിൽ എക്സാം എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എക്സാം എഴുതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് എന്നാണോ എക്സ്പയർ ആവുന്നത് തൊട്ടടുത്ത ദിവസം മുതൽ കാസർഗോഡിന്റെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. PSCയുടെ പുതിയൊരു സിസ്റ്റം അങ്ങനെയാണ്. അതായത് ഒരു എക്സാം കഴിയുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അതിന്റെ എക്സാം പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ച്, അല്ലെ, ഒരു റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച് അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്ത് ലിസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. ഒരു ലിസ്റ്റ് എന്ന് എക്സ്പയർ ആകുന്നോ പിറ്റേ ദിവസം മുതൽ പുതിയ ലിസ്റ്റ് വരുന്ന ഒരു രൂപത്തിലോട്ട് PSC ഇപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഏകദേശം നിങ്ങൾക്ക് 2024 ലിസ്റ്റ് വന്നത്. 3 വർഷത്തേക്കുള്ള കാലാവധിയോടെ നോക്കിയാൽ 2027 വരെ നമുക്കുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ ട്രിവാൻഡ്രം, കാസർഗോഡൊക്കെ വിളിച്ചു. ഈ വിളിക്കാത്ത ഡിസ്ട്രിക്റ്റിൽ നമുക്ക് അടുത്തൊരു വർഷത്തിൻ്റെ ഉള്ളിൽ, അല്ലേ, ഇപ്പോൾ ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നു. ഇതിൽ പഠിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ടല്ല നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം അടുത്ത 1 വർഷത്തിനുള്ളിൽ ബാക്കി വരാൻ പോകുന്ന ജില്ലയുടെ നോട്ടിഫിക്കേഷനും കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. PSCയുടെ ഈ ഒരു സിസ്റ്റത്തിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന്റെ ഇടയിൽ കുറച്ചും കൂടി പ്രശ്നങ്ങളൊക്കെ വരാനുണ്ട്. പ്രശ്നം മീൻസ് പറഞ്ഞാൽ ഇലക്ഷൻ ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേന് ഇലക്ഷൻ വരാനുണ്ട്. സോ ആ സമയത്ത് മേ ബി ചിലപ്പോൾ കുറച്ച് ഡിലേ വരാനുണ്ട്. കാരണം എന്തെങ്കിലും ഭരണത്തിലൊക്കെ ഇത് വരുന്നതാണെങ്കിൽ, ചേഞ്ച് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ഒരു മന്ത്രിസഭ ഒക്കെ കയറുമ്പോൾ മന്ത്രിമാരൊക്കെ മാറും. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കുറച്ചൊരു ഡിലേ ഒക്കെ ചില സമയങ്ങളിൽ അങ്ങനെ ഈ ഒരു 5 വർഷത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു ഇത് പാസ്റ്റ് ഹിസ്റ്ററിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ചിലപ്പോൾ ഒന്ന് ഡിലേ ആകാനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2026 എൻഡോട് കൂടി അല്ലെങ്കിൽ 2027 തുടക്കത്തോട് കൂടിയിട്ട് നമുക്ക് അടുത്ത ഒരു ഈ ഒരു സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് കട്ട് ഓഫ് കാണാൻ പറ്റും. ട്രിവാൻഡ്രത്ത് 35, കൊല്ലം 34, ആലപ്പുഴ 48, കോട്ടയം 25, തൃശ്ശൂർ 54, കാസർഗോഡ് 47. ഇതാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, കട്ട് ഓഫ് വന്നിട്ടുള്ളത്.
ജസ്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഫോണിൽ എപ്പോഴും അത് ഉണ്ടായിരിക്കും. പിന്നെ എപ്പോഴും വീഡിയോ എടുത്ത് കാണണമെന്നില്ല. ഇനി കാൻഡിഡേറ്റ് ലിസ്റ്റിലുള്ള മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ട്രിവാൻഡ്രം 52, കൊല്ലം 9, അതോടൊപ്പം തന്നെ ആലപ്പുഴ 13, കോട്ടയം 12, തൃശ്ശൂർ 9, കാസർഗോഡ് 36. ഇത്രയാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അഡ്വൈസ് പോയത് ഇവിടെ കാണാൻ പറ്റും. ട്രിവാൻഡ്രത്ത് 31, കൊല്ലം 13, ആലപ്പുഴ 11, കോട്ടയം ആകെ ഒരു അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ, തൃശ്ശൂർ 15, കാസർഗോഡ് 25. ഞാനത് ഒരു തവണ കൂടി വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, കാരണം ഞാൻ 2 മാസങ്ങൾക്ക് മുന്നേ വീഡിയോ ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷൻ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എടുത്ത കണക്കാണ് PSന്റെ സൈറ്റിൽ നിന്ന്. അപ്പോൾ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ചില ആളുകൾ ഇപ്പോൾ അതല്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതിനൊരു ഒബ്ജക്ഷൻ കൊണ്ടുവരാം. അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്ന് പറയുന്നത് കേട്ടോ. സോ ജസ്റ്റ് ഒരു കട്ട് ഓഫ് കാര്യങ്ങളും അഡ്വൈസും എത്രയാണ് പോയിട്ടുള്ളതെന്ന് 2 ജില്ലയിലും പോയിട്ടുള്ള കട്ട് ഓഫ് അഡ്വൈസും നിങ്ങൾക്ക് എല്ലാ ജില്ലകളിലും പോയിട്ടുള്ള കട്ട് ഓഫ് അഡ്വൈസ് എത്രയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ സ്വീൻ ടീച്ചറിൻ്റെ എല്ലാ എക്സാമുകൾ നടക്കുന്ന 2 വർഷത്തിനുള്ളിൽ നമ്മൾ നല്ല ബാച്ചസ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇത്തവണയും നമ്മൾ ഈ ഒരു സ്വീൻ ടീച്ചർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഫസേര ഫാഷൻ എന്നുള്ള ആപ്പിലൂടെ, ഫസേരയുടെ സ്വന്തം ആപ്പിലൂടെയാണ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത്. ക്ലാസ്സസിൻ്റെയും കോഴ്സിൻ്റെയും ഞാനൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ ടോട്ടലി കോഴ്സിന് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുള്ളത് 5000 റുപ്പീസാണ്. അത് നിങ്ങൾക്ക് 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടക്കാം. 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 2500 വെച്ചിട്ട് അടക്കാം. ഇതിന് മുന്നേ നമ്മളെ ബാച്ചിൽ ചേർന്നിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ഫസേരൻ്റെ നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ ഒരിക്കൽ ജോയിൻ ചെയ്ത കുട്ടികൾ വീണ്ടും ബാച്ച് ചോദിച്ചു വരുന്ന ഒരൊറ്റ കുട്ടിയും ഇതുവരെ നിരാശപ്പെടുത്തിയിട്ടില്ല. അവർക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പേയ്മെന്റിൽ എപ്പോഴും ഒരു ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. സോ ആ ഡിസ്കൗണ്ടും ആ ഓഫറും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി നമ്മളെ ബാച്ചിൽ സ്റ്റുഡൻസിൽ ജോയിൻ ചെയ്ത് വീണ്ടും നമ്മളെ ബാച്ചിലോട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഇഷ്ടപ്പെട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മളും അവരോട് ഒരു ഇഷ്ടം കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും അവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. സോ ഇതിൽ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമുക്ക് ഫുള്ളി സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സസ് നിങ്ങൾക്ക് ആപ്പിലുണ്ടായിരിക്കും. റെക്കോർഡർ ക്ലാസ്സസ് ആവുന്ന സമയത്ത് നമുക്കറിയാം, നിങ്ങൾ ഈ എക്സാം എഴുതുന്ന പല ആളുകളും എന്ന് പറയുന്നത് എല്ലാവരും വെറുതെ ഇരിക്കുന്ന ആളുകളായിരിക്കില്ല. അധികം ആളുകളും എന്തായിരിക്കും, ജോലിക്ക് പോകുന്ന ആളുകളോ അല്ലെങ്കിൽ പല ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളോ ടീച്ചേഴ്സോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ഇഷ്ട സമയത്തനുസരിച്ച്, നിങ്ങൾക്ക് ഫ്രീ ആയി നിൽക്കുന്ന സമയത്തനുസരിച്ച് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വീഡിയോസ് കാണുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ പഠിക്കാം, വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെ പഠിക്കാം അല്ലേ. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതാണ് റെക്കോർഡർ ക്ലാസ്സസ് ആകുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്ട്രാ ലൈവ് സെക്ഷൻസ് ഉണ്ടാവും. ലൈവ് സെക്ഷൻസ് കൺസോൾട്ടേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളായിരിക്കും നമ്മൾ ലൈവിൽ കൂടുതലായിട്ടും ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ നമ്മളുടെ ഈ ഒരു എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ട്സ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, PDF രൂപത്തിൽ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് ആപ്പിൻ്റെ അകത്ത് തന്നെ നോക്കാൻ പറ്റും. ഒരു മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആപ്പിലെ വീണ്ടും ആ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുന്നതിന് പകരം നിങ്ങൾക്ക് ആ PDF ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് ആപ്പിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡൗട്ടുകളൊക്കെ വേഗം ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്, സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്. പിന്നെ ഈ ഒരു ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മൾ സ്വിമ്മിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ ബുക്സും റെഫർ ചെയ്ത് കണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ ക്ലാസ്സസും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായാലും എല്ലാ ബുക്കുകളും റെഫർ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം അല്ലെങ്കിൽ ഒരു PSC എക്സാമിൻ്റെ ഏറ്റവും നട്ടല് എന്ന് പറയുന്നത് എന്താണ്, മോക്ക് ടെസ്റ്റുകളാണ് അല്ലേ. നമ്മൾ എക്സാമുകൾ എഴുതുന്നതാണ്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ്. നമ്മൾ കുറേ കണ്ടന്റ് വാരി വലിച്ച് പഠിക്കുന്നതിന് പകരം എക്സാമുകൾ പഠിച്ച് മോക്ക് ടെസ്റ്റുകൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് അല്ലേ, അതാണ് നമ്മളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരു 2000-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അത് ടോപ്പിക് വൈസ് ആയിട്ടും സബ്ജക്ട് വൈസ് ആയിട്ടൊക്കെ ഉണ്ടായിരിക്കും. അതിനുശേഷം പിന്നെ പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വളരെയധികം പങ്ക് നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിൽ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ പ്രീവിയസ് 2018 മുതലുള്ള സീയിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നടന്ന ഫാഷൻ ഡിസൈനിങ്ങുമായി റിലേറ്റ് ചെയ്ത് നടന്നിട്ടുള്ള എല്ലാ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ഫൈനൽ ആൻസർ കീയും നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് PDF രൂപത്തിലുണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റ് രൂപത്തിലുണ്ടായിരിക്കും. PDF രൂപത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൊബൈലിൽ ഓപ്പൺ ചെയ്ത് കണ്ട് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിനും നോക്കി ചെയ്യാം. മോക്ക് ടെസ്റ്റ് രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു 100 ക്വസ്റ്റ്യൻ്റെ എക്സാം ഒക്കെ നിങ്ങൾക്ക് എഴുതി നോക്കാം, എത്ര മാർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാ മോക്ക് ടെസ്റ്റും അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ്. നിങ്ങൾ ഒരു തവണ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാൻസ് പോകുന്നില്ല. നിങ്ങൾ ആ ഭാഗം പഠിച്ചിട്ട് വീണ്ടും എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊക്കെ ആ ഒരു സെക്ഷന്, ആ മോക്ക് ടെസ്റ്റ് എന്നുള്ള സെക്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്ലാസ്സസും തന്നെ ഒന്നിച്ച് ഫുള്ളായിട്ട് ഒറ്റ കണ്ടന്റ് ആയിട്ട് തരികയല്ല,
നമ്മൾ ഓരോ സെറ്റായിട്ട് മൊഡ്യൂൾസ് ആയി കൊടുക്കുന്നു. അതിനുശേഷം അതിന്റെ റിവിഷനും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷനും ചെയ്ത് അടുത്ത സെറ്റ് ഓഫ് മൊഡ്യൂൾസിലോട്ട് പോകുന്നു. കാരണം നമുക്ക് ഏകദേശം ഒരു 8 monthsന്റെ മുകളിൽ നമുക്ക് സമയം കിട്ടും. 6 to 8 months എന്തായാലും നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് സമയം കിട്ടും. അപ്പോൾ ആ ഒരു പെട്ടെന്ന് തന്നെ ഫസ്റ്റ് തന്നെ എല്ലാം കൂടിയും ഒരു മാസം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കാതെ നമുക്ക് മനസ്സിരുത്തി മനസ്സിലാക്കുന്ന രീതിയിൽ വേണം നമ്മൾ പഠിച്ചിട്ട് മുന്നോട്ട് പോകാൻ. നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ബാച്ചിന്റെ ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിലവിൽ ഇപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത് 2 ടീച്ചേഴ്സാണ്. 2 ടീച്ചേഴ്സും ഓൾറെഡി ഇഷ്ടം പോലെ PSCകൾ, നമ്മുടെ 5ൽ കൂടുതൽ PSCകൾ ഓൾറെഡി ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. ലിസ്റ്റിലുള്ളതും ജോലി വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറായിട്ട് ഡെയിലി വേജും അങ്ങനെ ആക്കിയിട്ട് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബാച്ചസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട് സെക്ഷൻസ് നിങ്ങൾക്ക് എങ്ങനെ PSCക്ക് പഠിക്കണം എന്നുള്ള ഒരു മെന്റർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ കഴിഞ്ഞ തവണത്തെ സ്വീൻ ടീച്ചറിന്റെ റിസൾട്ടുകൾ നോക്കിയാൽ മതി. നമ്മളുടെ മാത്രം എഫേർട്ട് അല്ല ഒരിക്കലും. ഞാൻ ആ കുട്ടികളെ ഈ ഒരു അവസരത്തിൽ അന്ന് റാങ്ക് മേടിച്ചിട്ടുള്ള കുറേ അധികം, ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും 5th റാങ്കും 6th റാങ്കും ഒക്കെ മേടിച്ചിട്ടുള്ള കുറേ അധികം സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇന്നിപ്പോൾ ജോലിയിൽ കയറി എന്ന് അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. മെസ്സേജ് ചെയ്യുന്ന സമയത്ത് അവർ പറയാറുണ്ട്. സോ അവരെയും കൂടി ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു കോഴ്സിലൂടെ പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലി കരസ്ഥമാക്കി അവരെയും കൂടി ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഈ വീഡിയോക്ക് താഴെ നമ്മളുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കണമെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഫസേറ ഫാഷന്റെ ആപ്പിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോന്റെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിന്റെ കമന്റ് വിൻഡോയിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയും ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.